أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലം നഷ്റഹ് ലക സദ്റക് എന്ന ആയത്തിൻ്റെ തുടർന്നുള്ള വിശദീകരണത്തിൽ പറയുന്നു, ഷറഹ എന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥം കീറുക, ഉഴുതുമറിക്കുക എന്നുമാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ, അല്ലയോ മുഹമ്മദ്, വിശുദ്ധ ഖുർആന്റെ വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടി നാം നിന്റെ ഹൃദയത്തെ ഉഴുതുമറിച്ചില്ലയോ എന്ന് വരുന്നതാണ്. ഓരോ കൃഷിക്കും അതിന് അനുയോജ്യമായ മണ്ണ് സെലക്ട് ചെയ്ത് അതിൽ കൃഷി ചെയ്യുമ്പോഴാണ് നല്ല വിളവ് ലഭിക്കുന്നത്. എന്നതുപോലെ അള്ളാഹു വിശുദ്ധ ഖുർആന്റെ വിത്ത് പാകുന്നതിന് വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ് സെലക്ട് ചെയ്തത്. സ്ഥലം ഉഴുതുമറിക്കുന്നവനും വിത്ത് വിതയ്ക്കുന്നവനും അള്ളാഹു ആയതുകൊണ്ടും നിലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയമായതുകൊണ്ടും അതിൽ നല്ല വിളവ് ലഭിക്കും, അല്ലെങ്കിൽ നല്ല ഫലം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട അധ്യാപനം എല്ലാ അറിവുകളും സമ്മേളിക്കുന്ന ഒരു അസാധാരണമായ അധ്യാപനമായിരുന്നു. ഒരു അറിവുകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും അതിൽ പരാമർശിക്കപ്പെടാത്തതായിട്ടില്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്നത് ആ അസാധാരണ ഗ്രന്ഥത്തിലെ ഓരോ അധ്യാപനങ്ങളും ഓരോ ശാഖകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിൽ വന്നുകൊണ്ട് വൻ വൃക്ഷമാകണമെന്നായിരുന്നു. അതായത് വിശുദ്ധ ഖുർആൻ ഒരു വിത്തിന് തുല്യമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിൽ പതിച്ചതിന് ശേഷമാണ് വൻ വൃക്ഷമായി തീർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി വിവരിക്കപ്പെട്ട വചനങ്ങളിൽ നിന്നുള്ള വിവിധ ജ്ഞാനങ്ങൾ മാത്രമല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, മറിച്ച് ഒരു സൂചന എന്ന നിലയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. മാത്രമല്ല അതിലെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അതൊരു സാധാരണ വ്യക്തിക്ക് സാധ്യമായതല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം സിദ്ധിച്ചവർക്കല്ലാതെ അതിന് സാധ്യമല്ല. ആ കാര്യമാണ് അലം നഷ്റഹ് ലക സദ്റക് എന്ന ആയത്തിൽ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയം തുറക്കപ്പെട്ടുവെന്ന് സൂചന നൽകുന്ന ഒരു സംഭവം ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുമ്മയായ ഹസ്രത്ത് ഹലീമ എന്ന സ്ത്രീയുടെ സംരക്ഷണത്തിൽ വളർന്നു വരുമ്പോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെ ആ സ്ത്രീയുടെ ചെറിയ മകൻ ഓടിക്കെതിച്ചു വന്ന് പറഞ്ഞു, സഹോദരൻ മുഹമ്മദിനെ ആരോ ആക്രമിച്ചിരിക്കുന്നു. ഹലീമ ഇത് കേട്ട് ഭയന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഓടിച്ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ഇരിക്കുന്നതാണ് കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വ്യക്തികൾ വന്ന് എൻ്റെ നെഞ്ച് പുലർത്തി അതിൽ നിന്നും ഹൃദയമെടുത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ചു വെച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് അതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്നും ചില നിവേദനങ്ങളിൽ പറയുന്നു. പല മുസ്ലിങ്ങളും ഇത് പ്രത്യക്ഷത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു ശാരീരികമായി നടന്നൊരു സംഭവമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു കശ്ഫായിരുന്നു, ഒരു ജാഗ്രത ദർശനമായിരുന്നു. പ്രത്യക്ഷ സംഭവമായി അവർ പറയാനുള്ള കാരണം ഹലീമയുടെ മകനും അത് കണ്ടിരുന്നു എന്നതാണ്. ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരും ഇത്തരം ജാഗ്രത ദർശനങ്ങളിൽ പങ്കാളികളാകാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കുമ്പോൾ സ്വഹാബാക്കളും ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമൊത്തിരിക്കുമ്പോൾ ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ ആഗതനാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തതിനു ശേഷം മടങ്ങിപ്പോവുകയും
അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയുമോ അതാരായിരുന്നു വന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടെ വ്യക്തമാക്കി കൊടുത്തത് അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്നാണ്. അപ്പോൾ സ്വഹാബാക്കൾക്ക് ഹസ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ മലക്കുകൾ വന്നപ്പോൾ ഈ സ്ത്രീയുടെ മകന് കാണാൻ സാധിക്കുകയില്ല? അത് മറ്റൊരു തെളിവായി അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെഞ്ചിലെ പാടാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അടയാളം കാണിച്ചപ്പോൾ അള്ളാഹു പേന കുടഞ്ഞുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിച്ച ആ പേപ്പറിൽ സൈൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ മഷിത്തുള്ളി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വസ്ത്രത്തിലും പതിച്ചിരുന്നു. എന്നാൽ അതും ഒരു യഥാർത്ഥ സംഭവമായിരുന്നില്ല, മറിച്ച് ഒരു കശ്ഫ് അഥവാ ജാഗ്രത ദർശനമായിരുന്നു. മാത്രമല്ല, ഹൃദയത്തിൽ അഴുക്ക് പുരളുകയും അത് വൃത്തിയാക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാറില്ല. ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ ആ സംഭവം അതൊരു കശ്ഫ് അഥവാ ജാഗ്രത ദർശനമായിരുന്നു എന്നുള്ളതാണ്. അലം നശ്റഹ് ലക സദ്റക് എന്നതിൻ്റെ മറ്റൊരു അർത്ഥം നാം നിന്റെ ഹൃദയത്തെ വിശാലമാക്കിയിരിക്കുന്നു, അതായത് നാം നിന്നിൽ ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ സഹിക്കാനുള്ള കഴിവ് പ്രദാനം ചെയ്തിരിക്കുന്നു എന്നതുമാണ്. എത്ര തന്നെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബുദ്ധിമുട്ടിച്ചാലും അല്ലെങ്കിൽ ദുഃഖമേൽപ്പിച്ചാലും തെറി പറഞ്ഞാലും അതെല്ലാം തന്നെ സഹിക്കാനുള്ള അതെല്ലാം തന്നെ ക്ഷമിക്കാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. അതായത് കാലിടറിപ്പോകാതെ അചഞ്ചലമായി നിലകൊള്ളാനുള്ള കഴിവ്, ആ ഒരു ദൃഢമായ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ അള്ളാഹു ഇട്ടുകൊടുത്തിരുന്നു എന്നുള്ളതാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.